നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളത്തിലെ സിനിമാ ലോകം ഇപ്പോൾ കൊച്ചിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ കൊച്ചിയിലെ സിനിമാ നടികളുടെ ഏറ്റവും അടുത്ത കൂട്ടുകെട്ടുകൾ ക്രിമിനൽ മാഫിയ സംഘങ്ങളിൽപ്പെട്ടവർ. സിനിമയുടെ ഗ്ലാമർ ഉപയോഗിച്ച് മറ്റു ചില കച്ചവടങ്ങളിലേക്ക് കടക്കുകയാണ് മിക്കവരുടെയും ലക്ഷ്യം. ഇത്തരം കച്ചവടങ്ങൾക്ക് മാഫിയ സംഘങ്ങളുടെ സംരക്ഷണം വേണം. ലക്ഷ്മി മേനോൻ എന്ന നടിയെ മലയാളികൾക്ക് ഇഷ്ടമാണ്. അഭിമുഖങ്ങളിലൊക്കെ നല്ല രസകരമായി അവൾ സംസാരിക്കും. നല്ല നാടൻ ശൈലിയിലുള്ള അഭിനയം. എന്നാൽ ലക്ഷ്മി മേനോന് ഈ നാടൻ ശൈലിയും ഗ്രാമീണതയും ഒക്കെ മടുത്തു. അവൾ നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് മറ്റൊരു മുഖത്തിൽ അവതരിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ സിനിമാഭിനയത്തിൽ നിന്ന് ഒരു താൽക്കാലിക അവധിയെടുക്കൽ, അടിച്ചുപൊളിയുടെ ഒരു പുതിയ ലോകം. അവിടെ അവൾക്ക് കൂട്ടുകെട്ടുകളായി നിന്നത് വലിയ ക്രിമിനൽ മാഫിയ സംഘങ്ങളാണ്. സിനിമാഭിനയ രംഗത്ത് തിളങ്ങിയ ലക്ഷ്മി മേനോൻ ഇപ്പോൾ തിളങ്ങുന്നത് ക്രിമിനൽ ലോകത്താണ്. കൊച്ചി അടക്കി ഭരിക്കുന്ന ക്രിമിനൽ സംഘങ്ങളുടെ റാണി എന്ന നിലയിൽ ലക്ഷ്മി മേനോനൊപ്പമുള്ളത് കൊടും ക്രൂര ക്രിമിനലുകൾ. അവരാണ് ഒരു IT ജീവനക്കാരനെ കഴിഞ്ഞ ദിവസം വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി അവരുടെ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി അതിക്രൂരമായി മർദ്ദിച്ച് പിന്നെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. ബാറിലുണ്ടായ ഒരു തർക്കമായിരുന്നു ഇത്തരമൊരു ചെയ്തിയുടെ കാരണം. ഈ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് സെപ്റ്റംബർ 17 വരെ നടിയുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത്. അതേ ദിവസം ഈ കേസ് വീണ്ടും പരിഗണിക്കും. അറസ്റ്റ് ഭയന്ന നടി മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിൽ മൂന്നാം പ്രതിയാണ് നടി ലക്ഷ്മി മേനോൻ. എറണാകുളം സ്വദേശിനിയായ ലക്ഷ്മി മേനോൻ ഇപ്പോൾ ക്രിമിനൽ സംഘങ്ങളുടെ ഉറ്റ തോഴിയാണ്. കൂട്ടുപ്രതികളായ പറവൂർ വെടിമറ സ്വദേശി മിഥുൻ, ഗോതുരുത്ത് സ്വദേശി അനീഷ്, കുട്ടനാട് സ്വദേശി സോന എന്നിവരെ ചൊവ്വാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നടിയുടെ പങ്കാളിത്തം പോലീസിന് വ്യക്തമായി. പരാതിക്കാരൻ പോലീസിന് നൽകിയ ദൃശ്യങ്ങളിൽ 2 സ്ത്രീകളുണ്ട്. അതിലൊരാൾ ഈ നടിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കാറിലിരിക്കുന്ന യുവാവിനോട് സോന എന്ന യുവതി തർക്കിക്കുന്നതും നടി ലക്ഷ്മി വാഹനം തടയുന്നതുമൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. ആലുവ സ്വദേശി അലിയാർ ഷായെയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടി ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. ബാറിൽ വെച്ച് അലിയാർ ഷായും കൂട്ടുകാരും ഉൾപ്പെടുന്ന സംഘം നടിയുമായി ഒരു വാക്കുതർക്കമുണ്ടായി. പിന്നീട് അലിയാർ ഷാ ബാറിൽ നിന്ന് മടങ്ങും വഴി നടിയും സംഘവും പിന്തുടർന്ന് എറണാകുളം നോർത്ത് പാലത്തിനടുത്ത് വെച്ച് കാർ തടഞ്ഞു നിർത്തി. പിന്നീട് കാറിൽ നിന്ന് വലിച്ചിറക്കി യുവാവിനെ കടത്തിക്കൊണ്ടുപോയി. കാറിൽ വെച്ച് മർദ്ദിച്ചുവെന്നതാണ് യുവാവിൻ്റെ പരാതി. പറവൂർ വഴി ആലുവയ്ക്ക് പോയ സംഘം പരാതിക്കാരനെ പിന്നീട് പറവൂർ കവലയിൽ ഇറക്കിവിട്ടു. ഈ സംഭവത്തിൽ ലക്ഷ്മി മേനോന്റെ പങ്ക് തെളിവുകളുടെ, പ്രത്യേകിച്ച് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉറപ്പിക്കുന്നു. നടു റോഡിൽ കാറ് തടഞ്ഞ് നടിയും സംഘവും പരാക്രമം കാട്ടുന്നു. കാറിലിരിക്കുന്ന യുവാവിനോട് ലക്ഷ്മിക്കൊപ്പമുണ്ടായിരുന്ന യുവതി തർക്കിക്കുന്നതും പിന്നീട് യുവാവിനെ വലിച്ചിറക്കുന്നതുമൊക്കെയുണ്ട്. ലക്ഷ്മി മേനോനൊപ്പമുണ്ടായിരുന്നത് മിഥുൻ എന്ന കൊടും ക്രിമിനൽ. ഇത് കൊച്ചിയിലെ സിനിമാ മാഫിയ ബന്ധം ഒരിക്കൽ കൂടി അടിവരയിട്ട് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നു. മിഥുനും അനീഷുമൊക്കെ കൊച്ചിയിലെ കൊടും ക്രിമിനലുകളാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ലക്ഷ്മി മേനോനെ പോലൊരു നടി എന്തിനിവരുമായി ഉറ്റ ചങ്ങാത്തത്തിനിറങ്ങി? ഇത് ഈ നടിയെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങളാണ് ഉണർത്തുന്നത്. ഇപ്പോൾ കൊച്ചിയിലെ സിനിമാക്കാരിൽ ചിലർ അടക്കം പറയുന്നു ലക്ഷ്മി മേനോനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ദുരൂഹതകളുണ്ട്. മലയാള സിനിമയെ അധോലോകം വിഴുങ്ങുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ലക്ഷ്മി മേനോനിലൂടെ നമ്മൾ കേൾക്കുന്നത്. കൊച്ചിയിലെ സിനിമാ ലോകം പൂർണ്ണമായി അധോലോകം കൈയടക്കി വെച്ചിരിക്കുന്നു. സിനിമാ ലോകത്തിന് പലവിധ കച്ചവട താൽപ്പര്യങ്ങളുണ്ട്. മയക്കുമരുന്നിടപാടുകളും കള്ളക്കടത്തുമൊക്കെ അവരുടെ സ്ഥിരം ഹോബിയാണ്. ഇതൊക്കെ നിർബാധം നടക്കണമെങ്കിൽ അധോലോകത്തിൻ്റെ സംരക്ഷണം വേണം. അധോലോകമാണ് ഉദ്യോഗസ്ഥ വൃന്ദവുമായും പോലീസുമായും ഈ സിനിമാ ലോകത്തെ വല്ലാതെ അടുപ്പിക്കുന്നത്. മുമ്പൊരിക്കൽ തിരുവനന്തപുരത്തെ ഒരു വലിയ ഗുണ്ടാ നേതാവ് കൊച്ചിയിലെത്തുന്നതും സിനിമാ നടന്മാർ വരിവരിയായി അയാളെ കാണാൻ ഹോട്ടൽ റൂമിലേക്ക് കടന്നു ചെല്ലുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. സെപ്റ്റംബർ 17 ലക്ഷ്മി മേനോന്റെ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. അറസ്റ്റിനുള്ള സ്റ്റേ അപ്പോഴും തുടരുന്നില്ല എങ്കിൽ ലക്ഷ്മി മേനോൻ അറസ്റ്റിലേക്കും തുടർന്ന് ജയിൽവാസത്തിലേക്കും കടക്കേണ്ടി വരുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ആലുവ സ്വദേശിയും സദർലാൻഡ് IT കമ്പനിയിലെ ജീവനക്കാരനുമാണ് അലിയാർ ഷാ. അലിയാർ ഷാ മറ്റൊരു തായ്ലൻഡ്കാരിക്കൊപ്പം വെലോസിറ്റി ബാറിലെത്തി. ഒപ്പം മറ്റു 2 യുവാക്കളും. ഈ സംഘമാണ് പിന്നീട് ലക്ഷ്മി മേനോൻ സംഘവുമായി ഉടക്കിയതും ഏറ്റുമുട്ടിയതുമൊക്കെ. നടിയോട്
അലിയാർ ഷാ മോശമായി സംസാരിക്കാൻ ശ്രമിച്ചുവെന്നാണ് നടിയോടൊപ്പമുള്ള സംഘം ആരോപിക്കുന്നത്. ലക്ഷ്മി മേനോനൊപ്പം മിഥുൻ മോഹൻ എന്നറിയപ്പെടുന്ന മിഥുൻ ഉണ്ടായത് തന്നെ പോലീസിനെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നു. നേരത്തെ സ്വർണം പൊട്ടിക്കൽ കേസുകളിലടക്കം കുപ്രസിദ്ധനാണ് മിഥുൻ മോഹൻ. കൊട്ടേഷൻ ടീമിന്റെ ക്യാപ്റ്റനായി കൊച്ചിയിൽ അറിയപ്പെടുന്ന മിഥുൻ എങ്ങനെ ലക്ഷ്മിയുടെ സംരക്ഷകനായി? സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാനായി ഒരുക്കിയ 244 ഗ്രാം സ്വർണവുമായി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർച്ച ചെയ്ത സംഭവം. ഈ സംഭവത്തോടനുബന്ധിച്ച് അന്ന് മിഥുൻ മോഹൻ അറസ്റ്റിലായിരുന്നു. അന്ന് വ്യാപാരിയെ ഉറ്റുകൊടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ വ്യാപാര പങ്കാളി. 2 വർഷം മുൻപാണ് ഈ സംഭവം നടന്നത്. ആലുവ സ്വദേശിയായ വ്യാപാരി തൃശ്ശൂരിൽ നിന്നും സ്വർണ്ണാഭരണവുമായി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തൃശ്ശൂർ ദിവാഞ്ചിപുലയിൽ പ്രതികൾ കാത്തുനിന്നു. തങ്ങൾ പോലീസുകാരാണെന്നും വ്യാപാരിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ മയക്കുമരുന്നാണ് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ആ വ്യാപാരിയെ കടന്നുപിടിച്ചു. വ്യാപാരി ബാഗ് നൽകാൻ വിസമ്മതിച്ചപ്പോൾ അയാൾ ബലമായി പിടിച്ച് മർദ്ദിച്ച് കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ അലിയാർ ഷായെ മർദ്ദിച്ച് ഒരു പരുവത്തിലാക്കിയത്. 2023 കേസിന് സമാനമാണ് ഇപ്പോഴത്തെ ഈ പുതിയ മർദ്ദന കേസും. 2023 തട്ടിക്കൊണ്ടുപോയ വ്യാപാരിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത് പരാതിക്കാരനെ വരാപ്പുഴ ഭാഗത്തെ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അന്ന് തട്ടിക്കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപ് ഓൺലൈനിൽ വയർലെസ് സെറ്റുകൾ സംഘടിപ്പിക്കാനായി ഒരു ഓർഡർ കൊടുത്തിരുന്നു മിഥുൻ. പോലീസുകാരെന്ന് വ്യാപാരിയെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു ലക്ഷ്യം. തട്ടിക്കൊണ്ടുപോകുന്ന വേളയിൽ വ്യാപാരിയെ ആക്രമിക്കാനായി കയ്യിൽ കുരുമുളക് സ്പ്രേ അടക്കം ഇവർ കരുതിയിരുന്നു. കൊടും ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തന രീതിയാണ് മിഥുൻ്റേത് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ നടി ലക്ഷ്മി മേനോൻ അടക്കമുള്ളവർക്ക് ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നു. അന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൽ പൊട്ടിക്കൽ ടീംസിന്റെ പ്രധാനിയായി പ്രവർത്തിച്ചിരുന്നവനെതിരെ കൊടകര, പുതുക്കാട്, വരന്തപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ കേസുകൾ നിന്നിരുന്നു. സ്വർണം പൊട്ടിക്കൽ കേസുകളിലടക്കം പങ്കെടുക്കുന്ന സ്ഥിരം കുറ്റവാളി ഇത്തരമൊരു മാഫിയ സംഘം എങ്ങനെ ലക്ഷ്മി മേനോന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി? ലക്ഷ്മി മേനോന് സംരക്ഷണം കൊടുത്ത് വെലോസിറ്റി ബാറിൽ നിൽക്കുക മാത്രമായിരുന്നില്ല മിഥുൻ ചെയ്തത്. മുൻപും ലക്ഷ്മിയുമായി വളരെ അടുത്ത ബന്ധം ഇയാൾ സൂക്ഷിച്ചിരുന്നു. അലിയാർ ഷായും സംഘവും ബാർ വിട്ടതിനു ശേഷം നടിയും സംഘവും അവരെ പിന്തുടർന്ന് നോർത്ത് പാലത്തിൽ വെച്ചാണ് തടഞ്ഞു നിർത്തിയത്. പിന്നീട് കാറിൽ നിന്ന് വലിച്ചിറക്കി അലിയാർ ഷായെ അവരുടെ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി. ദേഹത്തും മുഖത്തുമൊക്കെ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. പറവൂർ വഴി ആലുവയിലേക്ക് പോയ സംഘം പരാതിക്കാരനെ പറവൂർ കവലയിൽ ഇറക്കിവിട്ടു. കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഒടുവിൽ വലിയ ഞെട്ടലിലെത്തി. മിഥുനെയും അനീഷിനെയും സോനയെയും അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് വെലോസിറ്റി ബാറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവരുടെ സാന്നിധ്യം ബോധ്യമായി. പിന്നീടാണ് ലക്ഷ്മി മേനോനും ഈ സംഘവും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇഴ പോലീസ് പിരിച്ചെടുത്തത്. തമിഴ് സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഏറെ ജനപ്രീതിയുള്ള നടിയായിരുന്നു ലക്ഷ്മി മേനോൻ. 2023 പുറത്തിറങ്ങിയ ചന്ദ്രമുഖി 2 എന്ന സിനിമയിലാണ് ലക്ഷ്മി മേനോനെ പ്രേക്ഷകർ അവസാനമായി കാണുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചു തുടങ്ങി. രഘുവിൻ്റെ സ്വന്തം റസിയ എന്ന സിനിമയിലെ ചെറിയ വേഷം, പിന്നീട് ഐഡിയൽ കപ്പിൾ എന്ന മലയാള സിനിമയിലെ പ്രധാന വേഷം. എന്നാൽ ഈ സിനിമകളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരുപടി ചിത്രങ്ങൾ ഒടുവിൽ തമിഴിൽ തൻ്റെ സാന്നിധ്യം ലക്ഷ്മി തെളിയിച്ചു. ഇടയ്ക്ക് ലക്ഷ്മി അഭിമുഖങ്ങളിൽ പറയുന്നു, ഗ്രാമീണ യുവതിയായി അഭിനയിച്ചു മടുത്തു, സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കണം, ഒരു മോഡേൺ ഭാവമൊക്കെ തനിക്ക് വേണം എന്നാഗ്രഹിച്ചു ലക്ഷ്മി. ഇനിയെങ്കിലും നന്നാകൂ എന്ന് അമ്മ പറഞ്ഞുവെന്ന് മറ്റു ചില അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. സിനിമയുടെ ഗ്ലാമറും പ്രശസ്തിയുമൊക്കെ ഉപയോഗിച്ച് ഈ നടികളെ തങ്ങളുടെ വരുതിയിലാക്കി കള്ളക്കടത്ത് സംഘങ്ങൾ ഉപയോഗിക്കുക കൊച്ചിയുടെ ഒരു സ്ഥിരം കാഴ്ചയാണ്. സമാനമായ സാഹചര്യത്തിലാണ് ലക്ഷ്മി മേനോനും ഇപ്പോൾ ഈ മാഫിയ സംഘത്തിനൊപ്പം നിൽക്കുന്നത്. സിനിമയിൽ അവസരം കുറഞ്ഞതോടെ ആ ഗ്ലാമർ ലോകത്തുള്ള ജീവിതം തുടരാൻ മാഫിയ സംഘങ്ങൾക്കൊപ്പമുള്ള ജീവിതം അവൾ തിരഞ്ഞെടുത്തു. അതാവട്ടെ കൊടും ക്രിമിനൽ സംഭവങ്ങളിലേക്ക് വഴിവെച്ചു. ഒടുവിലിത ഒരു യുവാവിനെ മർദ്ദിച്ചാക്രമിച്ച് റോഡിൽ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ലക്ഷ്മി മേനോൻ അറസ്റ്റിലാകാൻ പോകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.